അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്യാമ്പിലെടുത്ത് വീഴാൻ പോയേട്ടാ. ഇവിടെ അതുപോലെ തന്നെ വലിയ കിടങ്ങ് കുഴിച്ചിട്ടിട്ടുണ്ട്. അടുത്തൊരു സെക്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ കണ്ട നമ്മളിപ്പോൾ തണലുള്ള ആ ഒരു തണലുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലല്ലോ. ഇല്ല. അട്ടയാർ എന്തോ കാണിക്കുന്നു. 2 മണിയായെന്ന് പറയാൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് കട്ട് ചെയ്താ ഇല്ല, വെള്ളരിക്ക, കാട്ടുവെള്ളരിക്ക. വല്ല കാര്യമുണ്ട്. അപ്പോൾ ഗൈസ് ഇതുപോലെ അവസാനം വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ 2 പേരെ കൂടെ നമ്മൾ കൊണ്ടുവന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ, തൃപ്തിയായി. മുട്ടക്കൊന്നു. ഇനി എത്ര ദൂരം? 12.5. എന്നിട്ട് അത് നിൽക്കുവോ? അത് ഫുള്ളായിട്ട് ക്യാമ്പ് 7, 8 അല്ല 7 എണ്ണേ ഉള്ളു കേട്ടോ. അതാണ് നമുക്ക് തെറ്റിയത്. പോകുമ്പോൾ നിങ്ങൾ ബേസ് ക്യാമ്പിൽ എത്തുമ്പോൾ അവിടെ എല്ലാ പേരും 2 ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ കഴിയാൻ പറ്റുന്നതാണ്. ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളെ പോലെ തന്നെ നമ്മൾ അഗസ്ത്യാർകൂടം പോകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോകും വഴി കാണാം. നമുക്ക് ഫസ്റ്റ് ഇനി 7 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 7 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ, ബാക്കി കാര്യങ്ങൾ വഴിയെ സംസാരിക്കാം. പോണേ. ബോണക്കാട് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ അവിടെ നമ്മളെ പാസ്, പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇത് എൻട്രി ചെയ്യണം. ഫോൺ നമ്പർ ഇത്രയും കൊടുത്തു. നമ്മുടെ സമയം ഇപ്പോൾ 8 മണി ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ വന്നപ്പോൾ താമസിച്ചാണ് നമുക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അല്പം താമസിച്ച് വന്നത്. ബാക്കി ഫസ്റ്റ് ബസ്സൊക്കെ പോയി കാണും. ആവശ്യമുള്ള ആൾക്കാരെ അങ്ങ് എത്തിക്കാണണം. അപ്പോൾ നമ്മൾ 3 പേര്, രാഹിയുണ്ട്, പപ്പയുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നല്ല ലെങ്തായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് കാഴ്ചകൾ ആദ്യം മുതൽ അവസാനം വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ 2 പേരെ കൂടെ നമ്മൾ കൊണ്ടുവന്ന് വിചാരിച്ചു. എന്താണ് അവരുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിക്കാം. അങ്ങോട്ട് എത്തട്ടെ. സമയം താമസിക്കില്ലാന്ന് തോന്നുന്നു. ഇവിടെ നിന്നുള്ള സാറിപ്പം പോയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി അവിടെ പോയിട്ട് ഈ പേപ്പറൊക്കെ നോക്കിയതിന് ശേഷം അകത്തോട്ട് കയറത്തുള്ളൂ. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഏകദേശം ബോണക്കാട് എത്താറായിട്ടുണ്ട്. നമ്മൾ നെടുമങ്ങാട് ഭാഗത്തു നിന്നാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ബസ്സിൽ വരുന്നവർക്ക് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഫസ്റ്റ് ബസ് കയറി കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിന് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ബോണക്കാട് വളരെ ഗ്രാമീണ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഈ വരുന്ന വഴികളും ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മളിങ്ങനെ അകത്തോട്ട് കയറുന്നത് പോലെ തന്നെ നല്ല ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് കിട്ടും. പിന്നെ ഇങ്ങോട്ട് എത്തുമ്പോൾ ബോണക്കാട് ജംഗ്ഷനും പരിസരമൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഒരു വലിയൊരു ടീ ഫാക്ടറി ഉണ്ട്. കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ടീ ഫാക്ടറിയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അഗസ്ത്യാർകൂടം പോകുന്ന വഴിയുടെ കാഴ്ചകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓടിച്ചു പോകുന്നത്. ഇത് കഴിഞ്ഞ് ടീ ഫാക്ടറി കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ച് ഓഫ് റോഡാണ് കേട്ടോ. അപ്പോൾ ബൈക്കിലായിരുന്നാലും കാറിലായിരുന്നാലും വലിയ പ്രശ്നമില്ല. പക്ഷേ ഓട്ടോയിലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഫുള്ളായിട്ട് കല്ലൊക്കെ ഇളകിയ ഒരു വഴിയാണ് കേട്ടോ. കുറച്ച് ദൂരം ഉണ്ട്. അത് കഴിയുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ടിക്കറ്റ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ അഗസ്ത്യാർകൂടം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ബോണക്കാട് നമ്മുടെ ഇവിടെ വന്നാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ഇന്ന് പോകാനോ അല്ലെങ്കിൽ ഇന്നലെ പോയിട്ടുള്ള അല്ലെങ്കിൽ മെനങ്ങാന്ന് പോയിട്ടുള്ള ആൾക്കാരുടെ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് പോകുന്ന ആൾക്കാരുടെ ഉണ്ട്, പിന്നെ ഇന്ന് 2ാമത്തെ ദിവസം ഇറങ്ങുന്ന ആൾക്കാരുണ്ട്, പിന്നെ 3ാമത്തെ ദിവസം ഇറങ്ങുന്ന ആൾക്കാരുടെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാർക്കിംഗ് ഫീ ഉണ്ട്. ബൈക്കിനും ഓട്ടോയ്ക്കും കാറിനൊക്കെ പാർക്കിംഗ് ഫീ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ വന്ന് കുറച്ച് നേരമായി, 10 മണി ആയിട്ടുണ്ട്.
നമ്മുടെ ഡോക്യുമെൻറ്റ് കാര്യങ്ങളൊക്കെ ആധാർ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ബാഗ് കൂടെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അകത്തേക്ക് കടത്തി വിടുക. കുറച്ച് ആൾക്കാർ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ബാഗ് ചെക്ക് ചെയ്യുന്ന ആദ്യം വന്ന ആൾക്കാർ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പപ്പയും രാഹിയും കൂടെ ഉണ്ട്. നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് അല്ല, മനസ്സിലെന്താണ് ഉള്ളതെന്നൊന്ന് ചോദിച്ചു നോക്കാം. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്. പരിചയമുള്ള മുഖങ്ങളൊന്നും കണ്ടില്ല, ഇനി നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, എന്തായിരുന്നാലും ഇനിയിപ്പോൾ ഉടനെ തന്നെ ബാഗ് ചെക്കിങ്ങിനുള്ള ടൈം ആവും. അതിനുശേഷം അകത്തേക്ക് പോകാട്ടോ. അഗസ്ത്യാർകൂടത്തിലേക്ക് ട്രക്കിംഗ് പോകാനാണ് നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത്. ഇത്രയും ഇന്റീരിയർ ഡെൻസ് ഫോറസ്റ്റ് ആണ്, ധാരാളം വന്യമൃഗങ്ങളുടെ ആവാസ സ്ഥലമാണ്. മാത്രമല്ല എപ്പോഴെങ്കിലും ശക്തമായ മഴ, മഞ്ഞ്, കാറ്റ് എന്നീ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പൊ ഇത്രയുള്ള റിസ്ക് പിടിച്ചൊരു സ്ഥലത്ത് നമ്മൾ ട്രക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സേഫ്റ്റി നോക്കി വേണം നമ്മൾ ട്രക്ക് ചെയ്യാൻ. മൃഗങ്ങളുടെ ആവാസ സ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ആ ജൈവവിവിധ വനമേഖലയ്ക്കോ മൃഗങ്ങൾക്കോ നമ്മളായിട്ടൊരു ശല്യമോ ദോഷമോ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല നമ്മുടെ സേഫ്റ്റി നോക്കിയാണ് നമ്മൾ ട്രക്കിംഗ് നടത്താൻ. നിങ്ങൾ സേഫ്റ്റിക്കും നിങ്ങളുടെ വഴികാട്ടിയായിട്ടാണ് നമ്മുടെ അടുത്ത ലോക്കൽ പീപ്പിൾ ഉണ്ട്, ട്രൈബൽ പീപ്പിൾ ഉണ്ട്. അവരാണ് നമ്മൾ ഗൈഡായിട്ട് വിട്ടിട്ടുള്ളത്. അവർ ഈ യാത്രയെക്കുറിച്ചും വനത്തിനെക്കുറിച്ചും എക്സ്പീരിയൻസ്ഡാണ്. അവിടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കർശനമായിട്ട് പാലിക്കണം. അവർ പോകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകരുത്. പോകുന്ന വഴിക്ക് നമ്മൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നമ്മൾ ഈ പ്രകൃതി അറിയാനും മനസ്സിൻ്റെ ഒരു സമാധാനത്തിലാണ് നമ്മളിവിടെ വരുന്നത്. വരുന്ന വഴിക്ക് നമ്മൾ ദയവേത് ഇയർഫോൺ പാട്ട് വെച്ച് വനത്തിലോട്ട് യാത്ര ചെയ്ത് ബഹളം ഉണ്ടാക്കരുത്. നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മൃഗങ്ങളുടെ ക്രോസിംഗ് ഒന്നും നമുക്ക് അറിയാൻ ചലനങ്ങൾ അറിയാൻ സാധിക്കും. നമ്മൾ ആപത്തിൽ ചെന്ന് വിടാൻ സാധ്യതയുണ്ട്. പോകുമ്പോൾ നിങ്ങൾ ബേസ് ക്യാമ്പിൽ എത്തുമ്പോൾ അവിടെ എല്ലാ പേരും 2 ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ കഴിയാൻ പറ്റുന്നതാണ്. അവിടെ മൊബൈലിൽ പാട്ട് വെച്ച് മോളിൽ ബഹളം വെച്ച് അവിടെ ആരും ഒന്നും ശല്യം ചെയ്യും. പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു പ്ലാസ്റ്റിക് ഒരു വഴിയിൽ കാണാൻ സാധിക്കത്തില്ല. അത്ര ക്ലീൻ ആയിട്ടാണ് നമ്മൾ ഈ വനത്തെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ദയവേത് പ്ലാസ്റ്റിക്, സോപ്പ്, ഷാമ്പു, പെർഫ്യൂംസ്, പൂജാ സാധനങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ, ലൈറ്റർ, കത്തി എന്നിവ ഒന്നും കൊണ്ടുപോകരുത്. ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ട്രക്കിംഗ് തുടരാൻ അനുവദിക്കുന്നതല്ല. അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റാത്ത 2 പ്ലാസ്റ്റിക് നമ്മൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഡെപ്പോസിറ്റ് ഇവിടെ വാങ്ങി എണ്ണി തരും. തിരികെ വരുമ്പോൾ ആ പ്ലാസ്റ്റിക് കാണിക്കുക, ആ പൈസ തിരികെ വാങ്ങിക്കൊണ്ട് പോകും. നമ്മൾ 3 ദിവസം ട്രക്കിംഗ് ആണ്, ഇന്ന് നാളെ മറ്റന്നാൾ. സീസൺ ആയതുകൊണ്ട് 2ാമത്തെ ദിവസം ഇറങ്ങാൻ നമ്മൾ അനുവദിക്കും. പക്ഷേ ഉച്ചയ്ക്ക് മുമ്പേ നിങ്ങൾ തിരികെ ഇറങ്ങണം. വരുമ്പോൾ നിങ്ങളുടെ പാസ് ഇവിടെ എൻട്രി ചെയ്തിട്ട് മാത്രമേ പോകാവൂ. കാര്യം നിങ്ങൾ പാസ് എൻട്രി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നു എന്ന് ഞങ്ങൾക്കറിയാൻ സാധിക്കത്തില്ല. ഞങ്ങൾ രാത്രി ഈ വനത്തിൽ നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. മാത്രമല്ല നിങ്ങളുടെ റിലേറ്റീവ്സ് ആണെങ്കിലും വിളിച്ച് ഞങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ട് ആവും. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മണിക്ക് ഇവിടെ നിന്ന് ബേസ് ക്യാമ്പ് ഇവിടെ നിന്ന് എത്തി എന്ന് എൻട്രി പോയിന്റിൽ എത്തി എന്ന് നമുക്കറിയാൻ സാധിക്കും. നമ്മുടെ തിരികെ വരുമ്പോൾ നമ്മുടെ ഒരു വനശ്രീ എക്കോഷിപ്പ് ഇവിടെ പ്രവർത്തിക്കും. അത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ള കാര്യമാണ്. പല ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കളക്ട് ചെയ്ത തേന് മറ്റു മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഉണ്ട്. വെളിയിലിറങ്ങി പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്, ഒറിജിനൽ ഇവിടെ നിന്ന് വാങ്ങുക. ഹാപ്പി ജേർണി. താങ്ക് അപ്പോൾ നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം പറയുന്നതെങ്കിലും അത് ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്ക് കറക്റ്റ് സമയത്തിന് എത്താൻ കണക്കിനാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ബസ്സിലൊക്കെ വരുന്നവർക്ക് ഇവിടെ കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റും. പിന്നെ വന്നവർ കയറിപ്പോയി. അപ്പോൾ നമ്മൾ ആദ്യം വരികയാണെങ്കിൽ നമ്മളെ പേപ്പറൊക്കെ ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കയറി പോകാൻ പറ്റും. നമ്മളിപ്പോൾ ലാസ്റ്റ് ആണെങ്കിൽ നമുക്ക് പുറകിലായിട്ട് ഒരു 4 പേര് ഇവിടെ ഉള്ളൂ എന്നാണ് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇപ്പോൾ 100-ന് പുറത്തുണ്ട്. ഇപ്പോൾ 10:45 ആയിട്ടുണ്ട് സമയം നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ. അപ്പോൾ രാഹിയുണ്ട്, പപ്പയുണ്ട്. എന്തിനാണ് കാണാൻ പോണത്? നിങ്ങളിപ്പോൾ തുടക്കത്തിൽ പറ. അഗസ്ത്യമുനി. എന്തിനാണ് പ്രതീക്ഷ? എന്തിനാണ് ഈ ട്രക്കിങ്ങിൽ? നമ്മളെ പൊന്മുടിയെ പോലെ നല്ല കോട മഞ്ഞും നല്ല ക്ലൈമറ്റ്, പിന്നെ ഈ കാണുന്ന പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഇതൊക്കെ തന്നെ ഒരു ട്രക്കിംഗ്. എന്നുവെച്ചാൽ 50 കിലോമീറ്റർ ഉണ്ട്. 3 ദിവസമാണ്, ചിലപ്പോൾ 2 ദിവസം. അപ്പോൾ ഇത്രയും ദൂരം നടന്നിട്ട് എന്താണ് നമ്മുടെ മനസ്സിലെന്ന് അറിയില്ല. ഞാൻ പോയിട്ടുള്ളത് കൊണ്ടാണ് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിക്കണം. ലാസ്റ്റ് നമുക്ക് ചോദിക്കാം എന്താണ് അത് ഓക്കെ ആയിരുന്നോ എന്ന് ചോദിക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്ന് തുടങ്ങിയതേ ഉള്ളൂ. കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ചെയ്യും.
ഇവിടെ വന്നിട്ട് ആൾക്കാരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആൾക്കാർ ആരുമായിട്ട് കമ്പനി ആയില്ല. ഇനിയായിരിക്കും നമ്മളെ ഇവിടെ വന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ബുക്കിംഗ് സമയത്ത് കണ്ടില്ലേ? ഒത്തിരി പേരുണ്ടായിരുന്നു. ലേഡീസും ഉണ്ട്, അല്ലാതെ നല്ല പ്രായമുള്ളവരും ഉണ്ട്. നല്ല പ്രായമുണ്ട് അല്ലേ, ഒരു 70 എബോ ഏജുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല പ്രായം കുറഞ്ഞവരും ഉണ്ട്. നമുക്ക് മുന്നേ ആയിട്ട് ആൾക്കാർ നടന്ന് 15 പേര് കാണുമല്ലേ ടീം. നമ്മൾ നമ്മുടെ ഗൈഡ് അതങ്ങ് പോവും. അതിൻ്റെ പേരെന്താ? എന്താ കബിനെന്ന് എന്താണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ ഫ്രണ്ട് പോകുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരത്തു നിന്നുള്ള ആൾക്കാരുണ്ട്, കൊല്ലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ഈ പുള്ളി ആലപ്പുഴക്കാരനാണ്. പേര് സാനുവാണ്. നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം കേട്ടോ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൊല്ലംകാരുണ്ടല്ലേ നിങ്ങളോടെ? അല്ലേ, നമ്മളോട് കൊല്ലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പം ഫ്രണ്ട് പോകുന്നതിൽ കൊല്ലംകാരുണ്ട്. ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ തന്നെയാണ് പോകുന്നത്. പിന്നെ പപ്പ തുടങ്ങിയതേ ഉള്ളൂ, ഡാൻസ് കളിക്കാൻ തുടങ്ങിയ. വാ ഇങ്ങ് വാ. പപ്പയെ കാണിക്കില്ലെന്നാണ് പറയണത്. അപ്പോൾ എന്താണ് ഉദ്ദേശം? ഉദ്ദേശം വനത്തിൻ്റെ മനോഹാരിത ഒന്ന് കാണുക. എപ്പോഴും നമ്മളെ നാട്ടിൽ തന്നെ ആയിരിക്കാതെ വനത്തിലോട്ട് കടന്നു വന്ന് വനത്തിൻ്റെതായുള്ള ആ ഒരു പ്രത്യേകമുള്ള രീതികളും ആ ഒരു പ്രത്യേകമുള്ള ആവാസ വ്യവസ്ഥകളും ഇതിനിടയ്ക്ക് എന്തെങ്കിലും ജീവികളെയോ മൃഗങ്ങളെയോ പക്ഷികളെയോ എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയുന്നവരിൽ കാണുക. മൊത്തത്തിൽ ചുരുക്കത്തിൽ വനത്തിൻ്റെതായ ഭംഗി ഒന്ന് ആസ്വദിക്കുക 2 ദിവസം. അതാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ചോദിക്കാം വനത്തിൻ്റെ ഭംഗി കാണാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ആദ്യമായിട്ട് പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മുടെ ജോലി തിരക്കുകളിൽ നിന്ന് പിന്നെ മൊബൈൽ ഫോണിൽ നിന്നും പിന്നെ ഓട്ടത്തിൽ നിന്ന് ഇവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ റേഞ്ച് കട്ടായിട്ടുണ്ട്. ഇനി പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ അത്രയും തിരക്ക് പിടിച്ച ഒരു നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് മാറി കാട്ടിനകത്ത് വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് നടന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇങ്ങനെ പോകുന്നുണ്ട് ആൾക്കാർ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മണിക്കൂറുകൾ നീണ്ട വീഡിയോ ആണ് ചെയ്തത്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ മണിക്കൂറുകൾ നീണ്ട നടത്തുകയാണ്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള വെള്ളച്ചാട്ടം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മാത്രം കാണിക്കാം കേട്ടോ. നടക്കട്ടെ. ഇപ്പോൾ തന്നെ സമയം താമസിച്ചു. ലാസ്റ്റ് ബാച്ചാണ്. ലാസ്റ്റ് ബാച്ച് തൊട്ട് പുറകെ വരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ നടന്നു പോട്ടെ. ഇനി ഒരുപാട് കിലോമീറ്ററുകൾ നടക്കാനുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് വന്നപ്പോൾ നമുക്ക് കൊണ്ടുവന്നായിരുന്നു. സമയം താമസിക്കാനനുസരിച്ച് നമ്മൾ അകത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത്. അവിടെ വെച്ച് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. ബാക്കി ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും നടക്കാം, മുന്നോട്ട് പോവാം. ഇപ്പോൾ ഒരു അരുവി പാസ് ചെയ്താണ് ഞങ്ങൾ നടന്നു വന്നത്. അതിൽ നിറച്ച് മീനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെയൊക്കെ നല്ല ചൂടാണ്, മഴയൊന്നും ഇല്ല. പക്ഷേ ഇവിടെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ ഒരു ഇത് തന്നെയാണ്. വെള്ളച്ചാട്ടമൊക്കെ വെള്ളം ഉണ്ട് വെള്ളച്ചാട്ടത്തിലൊക്കെ വേനലാണെങ്കിൽ. നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. മിക്കവാറും പുൽമേട് ആ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നന്നായിട്ട് നല്ല ഉച്ച സമയമാവും. നമ്മളൊരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ നടക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകാം കേട്ടോ. ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടം കഴിഞ്ഞേ ഉള്ളൂ. തൊട്ട് ഫ്രണ്ടിൽ ഇത് അടുത്തൊരു വെള്ളച്ചാട്ടം. അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. അങ്ങോട്ട് എടുക്കണേ. നിങ്ങളെവിടെ അവിടെ ഫോട്ടോ എടുത്ത് തരുമോ? പറ, എവിടെന്നാണോ സംസാരിക്കാൻ പയ്യേ? അവനാണ് വെച്ചത്. എന്റെ പേര് കേസ് വരണ്ട. ഇല്ല, അതല്ലത്. നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞത് ചോദിച്ചത്? വരണോ? ആ, കൊല്ലത്താ. പേര് ഗോകുൽ. ഗോകുൽ. ഓക്കെ, അവനാണ് പറിച്ചതെന്ന്. ഓ, പപ്പ കേട്ടോണ്ട് വേണം. എന്നാലും അത് അവിടെ നിന്നത് പപ്പ. അതിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ കേട്ടാ, ഞാനല്ല പറിച്ചത് അവനാണെന്ന്. നിങ്ങളും പറ്റിച്ച് പറഞ്ഞാണല്ലേ? അങ്ങനെ നമ്മള് കുറച്ചു ദൂരം പിന്നിട്ടു.
അടുത്ത വെള്ളച്ചാട്ടങ്ങൾ കണ്ടു പോകുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ സംഭവം, ഒരു ഗണപതിയുടെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഭസ്മൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ വരുന്ന വഴിയാണിത് കേട്ടോ. ഇനി ഇങ്ങോട്ടാണ് പോകാം. അപ്പോൾ അതിനിടയ്ക്കാണ് സംഭവം ഇങ്ങനെ വച്ചിട്ടുള്ളത്. പോകുന്നവർക്ക് തൊഴുതിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു 5 പേര് ഇപ്പോൾ ഒരുമിച്ച് വരുന്നുണ്ട്. നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ പാസ് ചെയ്ത് പോയി. ഇനി പുറകെ വരുന്ന ആൾക്കാരെ കാണാനും ഇല്ല. അപ്പോൾ അവർ പതിയെ വരത്തേ ഉള്ളൂ. എന്തായാലും കാഴ്ച വന്നുകൊണ്ട് പതുക്കെ പോവാം. ഇന്നിനി വൈകുന്നേരം ആവും അങ്ങെത്തുമ്പോൾ. പതുക്കെ മുന്നോട്ട് പോകട്ടോ. നമ്മൾ രണ്ടാമത്തെ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. ലാത്തിമുട്ട, അവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഗൈഡൊക്കെ ഉണ്ടാവും നമ്മൾ ട്രക്കിംഗ് സമയത്ത്. ആ ചുറ്റും കണ്ട കിടങ്ങ് എടുത്തിട്ടിരിക്കുകയാണ്. ഇത്ര ഒരു ഏരിയയിൽ ഇത്രയും വലിയൊരു കിടങ്ങ് എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്യാമ്പ് എത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ നമ്മുടെ ടിക്കറ്റ് സ്റ്റേഷൻ നല്ല ഹൈറ്റിനുണ്ട് കേട്ടോ. നല്ല ഹൈറ്റിന് കിടങ്ങെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ക്യാമ്പ്. പേര് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചേട്ടൻ്റെ വീഡിയോ എടുത്തിരുന്നു. ഓ, ഞങ്ങടില്ലേ? ഇല്ല, ഇതുവരെ ഉള്ളു. കവിൻ. ഒരുപാട് വർഷമായോ? ഒരുപാട് വർഷമായി. അപ്പോൾ എന്നും ഇപ്പം നമ്മൾ ഈ ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ ട്രക്കിങ്, നമ്മളിപ്പം ഗവൺമെൻറ്റായിട്ട് ഇടുന്ന ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഗവൺമെൻറ്റായിട്ട് ഇടുന്നത് വർഷത്തിൽ 8 മാസം. 8 മാസമുണ്ട്. അതിൽ 1 മാസമാണ് സീസൺ എന്നും പറഞ്ഞ് ഇടുന്നത്. ബാക്കി മൊത്തവും പാക്കേജ്. ഓക്കെ. അപ്പോൾ അത് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? സെയിം പ്രൊസീജിയറാണ്. പത്രത്തിലൊക്കെ വരുമോ? അത് പത്രത്തിലൊന്നും വരില്ല. അപ്പോൾ ഈ സീസൺ മാത്രമേ പത്രത്തിൽ ഇത്ര പബ്ലിസിറ്റി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതും അതേപോലെ തന്നെ അതേ സെയിമാണ് ബുക്ക് ചെയ്യണം. അപ്പോൾ റേറ്റ് കുറച്ച് വ്യത്യാസം വരും. ഇത് ഫുഡ് പൈസ കൊടുത്ത് വാങ്ങിക്കണം, മറ്റത് അതിൽ കൂടെ ഇൻക്ലൂഡാണ്. ബാക്കി എല്ലാം ഇതുപോലെ തന്നെ. ഇത്ര ആൾക്കാരൊക്കെ തന്നെയാണ് കയറുന്നത്. അല്ലെ വരുന്ന ആൾക്കാർ. അത് ആഴ്ചയിൽ 3 ദിവസം. തിങ്കൾ അങ്ങനെ ആഴ്ചയിൽ 3 ദിവസമേ ഉള്ളൂ. തിങ്കൾ ഒരു ബാച്ച് കയറിയിട്ട് ഇറങ്ങുമ്പോൾ അടുത്ത ബാച്ച് കയറും. ആ ബാച്ച് കയറിയിട്ട് ഇറങ്ങുമ്പോൾ അടുത്ത ബാച്ച് കയറും. അപ്പം നിങ്ങൾക്ക് ഫുൾ ഡ്യൂട്ടി ഉണ്ട് ഇവിടെ അല്ലേ? അതിന് ഓക്കെ. പിന്നെ വേറെ മൃഗങ്ങൾ വല്ല കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുമുണ്ട്, ഓടിയിട്ടുമുണ്ട്. എന്തൊക്കെയാണ് ഉള്ളത് സാധാരണ? എല്ലാം ഉണ്ട്. അങ്ങ് നമ്മുടെ ഈ ക്യാമ്പ് ഇവിടെയൊക്കെ ഉണ്ടാവോ? എല്ലാ സ്ഥലത്തും എല്ലാം കാടല്ലേ? ഇങ്ങ് വരും. നാട്ടിലിറങ്ങണം, പിന്നെ വലിയ കാട്ടില്ല. അപ്പോൾ ഓണർക്കൊന്നും വേറെ വിഷയം വന്നിട്ടില്ലല്ലോ ഇപ്പോൾ ഈ ഇടയ്ക്കൊന്നും. വന്നെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഇത്ര നേരം കടുത്ത വെയിലായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ആണ്ട AC കടന്നായില്ല. ആണ്ട തിങ്ങി നിറഞ്ഞ നല്ല തണുപ്പ് കേട്ടോ. നല്ല തണുപ്പ്. ഇപ്പോഴല്ലേ കുറച്ച് നേരത്തെ നല്ല ചൂട്. അതെ. എങ്ങനെയുണ്ടപ്പാ? അടിപൊളി. ഒന്നും ആയിട്ടില്ല. കണ്ടില്ലേ ഒരു ഷെഡ് പോലെ? അതാണ് ഒന്ന്. രണ്ട്. ഒന്നാമത്തെ നമ്മുടെ ടിക്കറ്റ് സ്റ്റേഷൻ ബോണക്കാട്. 2. പിന്നെ 6. ഓ യെസ് 6. ഇപ്പം തീരും. എണ്ണി നടക്കും. അതിന്റെ ഒരു ബലത്തിലാണ്. അടുത്തത് കാണാനുള്ള വ്യഗ്രതയോടെ നമ്മൾ പോകും. ടിക്കറ്റ് സ്റ്റേഷൻ ഇത് ക്യാമ്പ് കാണാനാ? ഓ അതോടൊപ്പം ഇതൊക്കെ കാണാം. ഒരു ഇല പോലും ഇല്ലാത്ത മരം കണ്ടു. അത് ശരിയാണ്. പക്ഷെ പറയാൻ പറ്റില്ല, അത് ഉണങ്ങി നിൽക്കുകയാണെങ്കിൽ. അതാ അപ്പാടെ നടക്കുന്നല്ലേ? കുരുമുളക് ഉണ്ടാവോ? കുരുമുളക് ഉണ്ടാവോ? അതാണ്. അതിന്റെ ഇല കുറച്ച് നീളമില്ലേ അപ്പാ? ചെറിയ വ്യത്യാസം കാണും. അടുത്ത് പിന്നെയും വെയിലായി കേട്ടോ. പറഞ്ഞു കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരുപാട് ദൂരം ഉണ്ടെന്ന്. ഇനി തണുപ്പാണെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഒത്തിരി ദൂരം കാണുന്നത്. അതുപോലെ കുറച്ച് ദൂരം. ഇനി കുറെ ദൂരം വെയിൽ, പിന്നെയും തണുപ്പ്. ഇങ്ങനെ നീണ്ടു കിടക്കണം കേട്ടോ. നമ്മളെ കൂടെ വന്ന ആൾക്കാരെ കുറേ പേര് ബ്രാക്ക് ചവിട്ടി പുറകിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണ്. ഇനി പോകുമ്പോഴത്തേക്ക് കുറേ പേര് കുളിക്കാറാണ്. അപ്പോൾ അതുകൊണ്ട് ഓടിപ്പോകാതെ പതുക്കെ പോകണതാണ് നല്ലത്. ഓടിപ്പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് ബ്രാക്കിട്ട് നിൽക്കേണ്ടി വരും. ഇങ്ങനെ അങ്ങ് കിടക്കുന്നുണ്ട്.
അത് ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട് നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഇത് കണ്ടിട്ടുള്ളൂ ശരിയല്ലേ? അല്ലേ, കണ്ടിട്ടുള്ള ഒരു മുന്തിരിയുടെ ഇല പോലെ കണ്ടിട്ടില്ല? ഇത് പണ്ട് വീടുകളിൽ വെക്കുമായിരുന്നു. ആദ്യം നമ്മളിവിടെ വന്ന ബാക്കി ടീംസ് അവിടെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മെനങ്ങാന്ന് കയറിയിട്ട് മെനങ്ങാന്നല്ല, ഇന്നലെ കയറിയിട്ട് ഇന്നലെ ക്യാമ്പിൽ റെസ്റ്റ് ചെയ്ത ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. അവരൊക്കെ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ പോകുമ്പോൾ അത് കാണാം. കുരുമുളക് പോലത്തെ ഒരു ചെടിയുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ചായ്? ചൂടുണ്ടോ? തണുപ്പുണ്ടോ? തണുത്ത തണുത്തുണ്ട്. ആ വലിയ മരം 12 മണിയാവാൻ പോകുന്നുണ്ടോ? ചെറുതായത് പിന്നെ അവിടെ കുളിക്കാൻ പറ്റുമോ? ഈ വെള്ളത്തിൽ അതിൻ്റെ അടുത്തുള്ള അവിടെ നമ്മൾ അടുത്ത ഒരു റിവർ ക്രോസിങ്ങിൽ എത്തിയിട്ടുണ്ട്. കരമനയാറ് നമ്മുടെ പുതിയ ജോലി കിട്ടി രായിക്ക്. ഇവിടെ നിന്നു ഇവിടെ കേടി കിടന്ന് ഇട്ടിട്ട് പോകും. കരമനയാറിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ അല്ല, ഇനിയും കുറെ കൂടെ മുകളിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മളവിടെ അതുവഴി പോകുന്നത് നമ്മുടെ പിന്നിലാണ് കൂടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻട്രോ എടുത്തത് അവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഇവിടെയൊക്കെ അവർ കട്ടൻ ചായ ഇട്ട് കുടിക്കുന്നുണ്ടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കരമന റിവറിൻ്റെ സ്റ്റാർട്ടിങ്. കുറച്ചുകൂടെ മുകളിൽ പോകണം. ഇതിപ്പോൾ ക്രോസ് ചെയ്താൽ പോകാനുള്ള വഴി ഉണ്ടോ. ഗൈഡുകളുടെ സംസ്ഥാന സമ്മേളനമാണ്. 2, 4, 5 ഗൈഡ് ഉണ്ടായിരുന്നു. അവർ കട്ടനൊക്കെ ഇട്ട് കുടിക്കുന്നുണ്ട്. യെസ്, ഉണ്ട്. നിങ്ങളില്ലാതിരിക്കും. നിങ്ങളെല്ലാം നിങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രോസിങ്ങിനടുത്ത് എത്തിയിട്ടുണ്ടേ. ഫസ്റ്റ് റിവർ ക്രോസിങ്, അല്ലാതെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ കണ്ടു. അതുവഴി റോപ്പ് ഇട്ടിട്ടുണ്ട്. വലിയ വെള്ളമൊന്നും, അത് ഭയങ്കരമായിട്ടുള്ള വെള്ളമൊന്നുമില്ല. ചവിട്ടി പോകാനുള്ള പാർക്കലുകളുണ്ട് കേട്ടോ. എന്നാലും കയറിട്ടിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം ചാടി വരുമ്പോൾ ഇതുവഴി പിടിച്ചു പോകാൻ വേണ്ടിയിട്ട്. തണുപ്പുണ്ടോ? അപ്പോൾ ഇറങ്ങണ രായി, ഇറങ്ങണ മോൻ കഴിയോക്ക്. നമ്മുടെ കരമന റിവർ ക്രോസിങ് നമുക്ക് കാണാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. ഉൾക്കാട്ടിലോട്ട് ഇനിയുണ്ട്. ഇതുവരെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. വലിയ കല്ലുകൾ, എപ്പോഴോ പറ്റിയ ഉരുൾപൊട്ടലിൽ പറ്റിയ കല്ലുകളൊക്കെ ഉരുണ്ട് കിടപ്പുണ്ട്. പിന്നെ നല്ല ഉരുളൻ കല്ലുകളുണ്ട് കേട്ടോ. ആയിരിക്കാം, ഉരുൾപൊട്ടൽ വന്നതായിരിക്കാം. വലിയ കല്ലുകളുണ്ട്, വലിയ കേട്ടോ. പിന്നെ നല്ല ഉരുളൻ കല്ലുകളുമുണ്ട്. നമ്മുടെ കൂടെ വന്ന ഗൈഡ് ചേട്ടൻ ഇവിടെ സ്റ്റേ ആയി. ചേട്ടൻ ഇനി മുകളിലോട്ടില്ല. ഇനി അടുത്ത ഗൈഡ് ആണ് ഇനിയുള്ളത്. പുള്ളിയെ കണ്ടില്ല. എന്തായാലും 8 ക്യാമ്പുകളാണ്. 8ാമത്തെ ക്യാമ്പാണ് അതിരുമല. ഇപ്പോൾ നമ്മൾ 3ാമത്തെ ക്യാമ്പ് കണ്ടില്ല. ക്യാമ്പ് അപ്പുറത്താണെന്ന് തോന്നുന്നു. കരമന ആ സ്ഥലം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3ാമത്തെ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് 3ാമത്തെ ക്യാമ്പ്. ഇതിനൊരു പേരുണ്ട്, കരമനയാർ ക്യാമ്പ്. അപ്പോൾ കരമനയാറാണ് ഇതാ തൊട്ടടുത്തൂടെ പോകുന്നത്. നമുക്ക് 8 ക്യാമ്പുണ്ട്. ഇനിയപ്പോൾ 5 ഉള്ളൂ. ഇതാ കണ്ടോ, ഇതാണ്. എത്ര ദൂരമുണ്ട്? ഇനി കാണിച്ചിരിക്കുന്ന 14.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നേരത്തെ ക്യാമ്പിനെക്കാളും കുറച്ചും കൂടെ ഒരു ഷെഡായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട്. വേവപ്പും കൂടിയൊക്കെ ഉണ്ട് അവിടെ. അതെ, ആളുണ്ട്, പുകയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ഡോറാ ബുജി, പ്ലാസ്റ്റിക്കിലുള്ള ഒരു ഡോറാ ബുജി ഇവിടെ ഉണ്ട്. ഡോറാ ബുജി എന്ന് പറയുമ്പോൾ ഒരു ഡോളിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ 3ാമത്തെ ക്യാമ്പ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം കേട്ടോ. അവിടെ അതിനകത്ത് ആളൊന്നും കണ്ടില്ല. ടോയ്ലറ്റൊക്കെ ഉണ്ട്. ടോയ്ലറ്റ്, പിന്നെ വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി 4ാമത്തെ ക്യാമ്പിലേക്ക് പോട്ടെ.
നമ്മളിപ്പോൾ വേറൊരു പ്രത്യേക ഒരു സ്ഥലത്തൂടെ വന്നത്. ഇനി അടുത്തൊരു സെക്ഷൻ പോലെയാണ്. ഇവിടെ മരങ്ങൾക്ക് ഇലയില്ല. തിരിച്ച് കാണിച്ചു കൊടുത്തേ, കണ്ട ഇലയില്ല. പക്ഷെ കാണാൻ തന്നെ എന്ത് ഭംഗിയെന്നറിയാമോ. ഇലയില്ലാതെ എന്നത് ഈ സീസൺ ആ സമയത്ത് ഇല കൊഴിയുന്ന സമയമല്ലേ, അതും കൂടെ കൊണ്ടായിരിക്കും. എങ്കിലും അത് കാണുമ്പോൾ എന്തോ ഇത് പിക്ചർ വരച്ച് വെച്ചിരിക്കും പോലെ ഒരു ഭംഗിയാണ്. അത് ഫുള്ള് ഏത് സൈഡ് നോക്കിയാലും ആ ഒരു ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മൾ പോകേണ്ട ടോപ്പൊക്കെ നമുക്കൊരു ഫെയ്ഡായിട്ട് കാണാൻ പറ്റും, മഞ്ഞ് മൂടി നിൽക്കുന്നതായിട്ടല്ലേ. അഗസ്ത്യ മല നമുക്ക് അതാണ് എന്നാണ് ഒരു അനുമാനം. ആയിരിക്കും അങ്ങ് ദൂരെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കാണാം. അതിൻ്റെ മണ്ടയിലാണെന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഉള്ള ഗൈഡൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അതായിരിക്കാം. ഈ പ്രദേശം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാ മരങ്ങളും ഇല പൊഴിച്ച് നിൽക്കുന്നത്. അല്ലൊരു പടം നമ്മൾ പിക്ചർ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലേ, നല്ല രസമുണ്ടല്ലേ അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട്? ഏത് മരം ഉണ്ടെന്ന് അറിയോ? അറിയില്ല, ഏത് മരമാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ താഴെ ഇവർ തീ ഇട്ടിട്ടുണ്ട് കേട്ടോ, പുല്ല് അല്ലേ. പുല്ല് വളർന്നപ്പോൾ ഇതാണ്ട് കണ്ടോ, ഇവിടെ എല്ലാം ഒരു ഹൈറ്റിൽ കൂടുതലായത് കൊണ്ടായിരിക്കാം ഫുള്ള് തീ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കിടപ്പുണ്ട് മരവും പുല്ലും. ഇത്രയും നേരം നല്ല ഒരു വനം പോലത്തെ ഏരിയ ആണെങ്കിൽ നമുക്കിപ്പോൾ നല്ല ലോങ് ആയിട്ടുള്ള വ്യൂ ഇവിടെ നിന്ന് കിട്ടും, മരങ്ങളിങ്ങനെ നിൽക്കുന്നത് കാരണം. ഇതിനിടയ്ക്ക് നമ്മൾ താഴെ നമ്മൾ എൻട്രൻസ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് മുട്ടായിയൊക്കെ വാങ്ങിക്കുകയുണ്ടായിരുന്നു, ചെറിയ പേട പോലത്തെ മുട്ടായി. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു, വെള്ളം കുടിച്ച് ഇച്ചിരി റെസ്റ്റൊക്കെ എടുത്തു. 2-3 മിനിറ്റ് എടുത്തു. ഇനി അടുത്ത 4ാമത്തെ ക്യാമ്പ് ഇതുവരെയും കണ്ടില്ല. അതിനു വേണ്ടി ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടക്കുകയാണ്. എത്താനുള്ള സമയമാണ്, ഇതുവരെ എത്തിയില്ല. എവിടെ പോയാൽ വരും. ഞങ്ങൾ പോകണം. അടുത്ത ഇതായിരിക്കും, റിവർ ക്രോസിങ്ങിലായിരിക്കും അടുത്ത ക്യാമ്പ്. ഹോം മെയ്ഡ്, ഇതാണ് ഹോം മെയ്ഡ് വെള്ളരിക്ക. വീട്ടിൽ തന്നെ പപ്പ കൃഷി ചെയ്ത വെള്ളരിക്ക. ഒരു തണുപ്പ്, ഈ മരങ്ങളുടെ ഇടയിൽ ഒരു തണുപ്പ്. അത് കൊള്ളാം. ആണോ? ഇതുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഇത് മുഴുവൻ റെഡ് പൂവായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇത് നിറയെ പുറ്റാണ് അതിന്. അതായത് പുളിഞ്ചീര പോലെ. നമ്മൾ അടുത്ത ക്യാമ്പ് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമുള്ളതാണ്. നമ്മളിവിടെ വന്നിട്ടുള്ള കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ട്. റെസ്റ്റ് എടുക്കാം. ജോപ്പാ എവിടെ പാറല്ലേ? കൂടുതൽ ആൾക്കാർ ഫുഡ് കഴിക്കാനും കുളിക്കാനും ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അടുത്ത എത്ര? 4 ആരായി? 4 അട്ടയാറല്ലേ ഇത്? അടുത്തൊരു 8ാമത്തെ ഏതാണ് നമുക്ക് നോക്കാം കേട്ടോ. അവിടെ പോയിട്ട് നോക്കാം. ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. 1 മണിയായിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കണോ? ഇവിടെ ഫുഡ് അപ്പോൾ പിന്നെ മുന്നോട്ട് പോവാം. നോക്കാം. അടുത്ത ക്രോസിങ്ങാണ്. ഇവിടെ കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ സ്വിമ്മിംഗ് പൂൾ പോലെ കിടപ്പുണ്ട്. തിരിച്ചു വരുമ്പോൾ നമ്മൾ കുളിക്കും. ഇന്നിപ്പോൾ ഇറങ്ങുന്നില്ല, ഇപ്പോൾ കുളിക്കുന്നില്ല. വല്ല കാര്യമുണ്ട്? കാട്ടുതെങ്ങ്. അപ്പോൾ ഇത് 4ാമത്തെ ക്യാമ്പാണ്. പേരറിയാം? വാഴപ്പേന്തിയാർ എന്ന് പറയുന്ന 4ാമത്തെ ക്യാമ്പാണ്. ഇവിടെയാണ് ക്യാമ്പ്. റിവർ ക്രോസിങ് വാഴപ്പേന്തിയാർ. ഇവിടെയാണ് ക്യാമ്പ് ഷെഡ്. അവിടെ നേരത്തെ കാണിച്ച കുളിക്കാൻ പറ്റിയ സ്ഥലം റിവർ ക്രോസിങ്. ഇനി എത്ര ദൂരം? 12.5 കേട്ടോ. 14. ഓ ഓയിൽ മരം. ഓയിൽ മരം. ഇവിടെ എന്താ?
ഇത് ഭീഷണി ഈ സാധനം വള്ളിയല്ല കിടക്കണം, വള്ളിയല്ല മരവും അല്ല എന്നുള്ള ആ രീതിക്ക് അവന്ന് കിടക്കുന്ന സാധനം ഇതാണ്ട് ഇത് ഇതാണ് ഉദാഹരണം കണ്ട. ഇത് തീർന്നു പെട്ടതിന് ശേഷം അവസാനം ഈ നിൽക്കുന്ന ഈ ബ്രഹ്മാണ്ടം പിടിച്ച ഈ മരം ഇല്ല എന്നുള്ളൊരവസ്ഥയാകും. മാറ്റത് ചീറ്റി വരഞ്ഞ് അത് നിൽക്കുവോ? ഇല്ലാതാക്കി അതിന് ഈ ഉദാഹരണം ഇത് കണ്ടോ മതി. എന്താ അവിടെയൊക്കെ പറയണ ചേലയെന്ന് പറയും, ചേല. അടുത്തൊരു റിവർ ക്രോസിങ് വെള്ളച്ചാട്ടം എന്തോ ആണ് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര നേരം അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു, ഇപ്പോൾ അടിപൊളി തണലായിരുന്നു കേട്ടോ. വെള്ളച്ചാട്ടം റിവർ ക്രോസിങ് അല്ല, അടിപൊളി ഒരു വെള്ളച്ചാട്ടം. അവിടെ നിന്ന് വെള്ളം ചാടുന്നുണ്ട് അവിടെ. അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. പിന്നെ നമ്മൾ വേറെ ഒന്നും ഡയറക്റ്റ് കണ്ടില്ല, പക്ഷേ ഈ കാട്ടുകോഴിയോ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ലോപ്പായിട്ടുള്ളൊരു സ്ഥലമാണ്. അതിലാണ് ഇവിടെ ഇങ്ങനെ ചെറിയ വഴി വെട്ടിയിട്ടുള്ളത്. അത് എല്ലായിടും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ മലഞ്ചെരുവാണ്, ഇങ്ങനെ ചരിഞ്ഞിടക്കുന്ന ആ ഒരു പ്രദേശത്തെ ഇങ്ങനെ ഒരു സ്ലോപ്പ് കുറച്ച് നടന്നു പോകാനുള്ള ഒരു വഴിയാക്കി വെട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ ബാക്കി സാധനം അങ്ങനെ തന്നെ ഒരു നല്ല ചെരുവ് പോലെ തന്നെ കിടക്കും. അപ്പോൾ മണ്ണ വഴി ഏകദേശം ഇങ്ങനെയുള്ളൊരു വഴി വെട്ടിയതാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ അടുത്തൊരു വെള്ളച്ചാട്ടം. ഇനി അടുത്ത അട്ടയാറാണ് അടുത്ത ക്യാമ്പ് എത്ര? 5. ഇതല്ല കേട്ടോ, ഇനി അടുത്ത് ഇല്ല ഇതല്ല അടുത്ത് ഇനി പോകണം. ഇരുന്ന ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് പോകാം. സോഫ്റ്റ് ആണ് നല്ല. ഇത് കൊച്ചൊരു ഈ ഏരിയ മുഴുവൻ രീതി ഇതുപോലത്തെ ടൈപ്പ് നിറയെ തൊടാൻ നല്ല രസമാണ്. പൂവുണ്ട് കേട്ടോ ഇതില്. ഇവിടെ തൊടാൻ നല്ല രസമാണ്. പൂവുണ്ട് കണ്ടോ, പഞ്ഞി പോലെ ഇരിക്കുന്നു. നടന്ന് നമ്മൾ 5ാമത്തെ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് അട്ടയാർ ക്യാമ്പ് എന്നാണ്. ഇപ്പോൾ സമയം 2 മണി ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഇടയ്ക്ക് കണ്ടില്ലേ വെള്ളരിക്കയും ചെറിയ മിഠായിയൊക്കെ കഴിച്ചുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് വേണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മളിവിടെ കുറച്ച് നേരം, ഇത്രയും നേരം നമ്മളങ്ങനെ റെസ്റ്റ് എടുത്ത് ഒരിടത്ത് ഇരുന്നില്ല. 1:45. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇനി കുറച്ച് നേരം ഇവിടെ ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോവാമെന്നാണ് വിചാരിക്കുന്നത്. 4 കിലോമീറ്റർ ഉള്ളൂ ബേസ് ക്യാമ്പിൽ കിട്ടും. 4 നമ്മൾ തൊട്ട് മുന്നേ ഒരു ഗൈഡ് പറഞ്ഞ ബോർഡ് നോക്കാം. ഇതാണ് അതെ ഇതാണ് കേട്ടോ അട്ടയാർ. അതെ, അട്ടയാർ എന്ന് പറയുന്ന ക്യാമ്പ് 5 ഉണ്ട്. ഇത്രയും വിശാലമായിട്ടുള്ള വ്യൂ ആണ്. ഒരു കാഴ്ചയുടെ കാണിച്ച് ചിത്രശലഭം. അത് അടിപൊളിയല്ലേ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് കുറച്ച് ഫുഡ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇവിടുന്ന് കുടിക്കാനുള്ള വെള്ളം എടുക്കട്ടെ. നമ്മൾ കൊണ്ടുവന്ന വെള്ളം കുറച്ച് തീർന്നു. നോക്കട്ടെ. ഇതൊക്കെ ഓവ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കാണാനില്ല. നമ്മൾ കൊണ്ടുവന്ന ഫുഡ് നമ്മളിപ്പോൾ അട്ടയാർ തന്നെയാണ്. നമ്മൾ ഒരു എല്ലാം കൂടെ ടോട്ടൽ 3/4 മണിക്കൂർ അല്ല 1 മണിക്കൂർ ഏകദേശമായി കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ഒരു 10-15 മിനിറ്റ് ഇവിടെ ഒരു ഗൈഡ് ചേട്ടൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നു. ഇവിടുത്തെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇവിടുന്ന് പോകാനാണ് കേട്ടോ. ഇപ്പോൾ 2:45 സമയം. നമ്മൾ ചോറ് കഴിച്ച വേസ്റ്റ് നമുക്ക് അവിടെ അവരടുത്ത് ബിന്നുണ്ട്, അവിടെ കൊണ്ടിടാം. ഇങ്ങനെ ഇതുവഴി പോവാം, ഇതുവഴിയും പോവാം. ഇതുവഴി പോയാൽ ചറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുവഴി ഇങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് കുടിക്കാനുള്ള വെള്ളം കൂടെ എടുക്കണം. ചോറ്
കഴിച്ചതിൻ്റെ വേസ്റ്റ്. കഴിച്ചതിൻ്റെ പോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് വരണേ, നമ്മൾ ഇതുവഴിയാണ് പോകണം കേട്ടോ. പോട്ടെ, പൊക്കോ. അതുവഴി പോണ്ട, ഇതുവഴി അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് 5ാമത്തെ ക്യാമ്പ് അട്ടയാർ. അപ്പോൾ ഇനി 10.5 കിലോമീറ്റർ നമുക്ക് എവിടെയാണ് അഗസ്ത്യാർ കൂടെ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ പോകാൻ വേണ്ടിയിട്ട് ഒരു 4 കിലോമീറ്റർ, അവിടെ നമ്മുടെ അതിരുമല ക്യാമ്പിൽ പോകാൻ വേണ്ടിയിട്ട് 4 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എടുത്ത് നമുക്ക് കുടിക്കാവുന്ന വെള്ളമാണ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാട്ടോ. ഇനിയും ഉണ്ട് കുറച്ച് ദൂരം നടക്കാൻ വേണ്ടി. ഇനിയാണ് കുറച്ചുകൂടെ ഹാർഡാവുന്നത് നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ. ചുറ്റും നല്ല ചീവീടിൻ്റെ സൗണ്ട് ഉണ്ട്. കേൾക്കുന്നുണ്ട്. 10.5 അല്ല, ഇനി 4 സംതിങ്. പോവാ. ഇത് വലിയ ഗിരിപ്പന്നെ നമ്മുടെ. അപ്പോൾ ഒക്കെ അടിയിലുണ്ടോ? അതിൻ്റെ ടാറ്റു ഉണ്ടോ? ഇല്ല. ദേഹത്ത് വെച്ചാക്കാതെ അത്. ഇത് അട്ടയാർ ക്യാമ്പ് ഷെഡാണ്. നാണ്ടതായി കാണുന്നത് ഒരു വീടിൻ്റെ മോഡൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ അവർക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാത്റൂം സൗകര്യമുണ്ട്, വെള്ളം സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അട്ടയാർ ക്യാമ്പ് ഷെഡ്. നമ്മൾ ഇതുവഴിയാണ് കയറി വരുന്നത്. ഇതുവഴി ഇങ്ങനെ പോകണം. ഓക്കെ, ബാക്കിലൊക്കെ വലിയ മലനിരകളിങ്ങനെ കാണാം. ഓക്കെ, ഇനിയുണ്ട് ഏകദേശം ഒരു 4 കിലോമീറ്റർ ആയിട്ട് ഇനിയുണ്ട്. വെയിലിപ്പോൾ വലിയ കാഠിന്യമില്ല, 3 മണിയായിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇനി പോകുന്ന സ്ഥലമാണ് നന്നായിട്ട് വെയിൽ അടിക്കാനുള്ള ഒരു പുൽമേടെന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയാണെന്ന്. 3:15 നമ്മൾ പുൽമേട്ടിൽ കൂടെ നടക്കുകയാണ്. നല്ല വെയിലുണ്ട്, അത്യാവശ്യം തണുത്ത കാറ്റുമുണ്ട്. അല്ലേ അപ്പാ? അങ്ങനെ ഉണ്ട് ഇതുവരെയുള്ള യാത്ര? അടിപൊളി യാത്ര. നേരത്തെ നമ്മൾ ഗൈഡ് തന്നെ കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞത് 5ാമത്തെ അട്ടയാർ ക്യാമ്പിൽ വെച്ച് ഗൈഡ് തന്നെ കണ്ടു. അപ്പോൾ അവർ ട്രൈബലാണ്. അപ്പോൾ ഒത്തിരി പേര് ഉണ്ട്. കൊച്ചു കുട്ടികൾ വരെയാണ്. കൊച്ചു കുട്ടിയെന്ന് ഉദ്ദേശിച്ചത് ഒരു 20 ഏജ്, അതിൻ്റെ എബോ, അതിന് ബിലോ, അങ്ങനെയുള്ള പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അവരൊക്കെ അവരുടെ 10 വരെയുള്ള ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവർ ഇങ്ങനെ ഇതിലോട്ട് ജോയിൻ ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചു നൈറ്റ് ഇവിടെ സ്റ്റേ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നൈറ്റ് സ്റ്റേ ആണ്. അതുകൊണ്ട് ഇപ്പോൾ 21 ദിവസമായി അവർക്ക് വന്നതനുസരിച്ച്. ഇപ്പോൾ 30 ദിവസം നിൽക്കണം, അതായത് 1 മാസത്തോളം ഇവിടെ സ്റ്റേ ആണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞു നമ്മൾ അട്ടയാർ കണ്ടില്ലേ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചില്ലേ അവിടെയൊക്കെ ഈ പുൽമേട്ടിലൊക്കെ കരടി, മെയിനായിട്ട് ഇവിടെ കരടിയാണ്. കാരണം ഇളം പുല്ല് തിന്നാൻ വേണ്ടി കരടിയാണ് വരുന്നത്. അവരെപ്പോഴും കാണുന്നതാണ്. അതുകൊണ്ട് ഇവർ തീയിട്ട് കുറേയൊക്കെ കരിച്ച് കളഞ്ഞു, കുറേയൊക്കെ അല്ലേ. ഒരു ലെങ്തിൽ കൂടുമ്പം അത് കാണാൻ പറ്റത്തില്ല, നിൽക്കുന്ന ഇത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ തീയിട്ട് കുറേയൊക്കെ ആ ലിമിറ്റ് കഴിയുമ്പോൾ അവർ കരിച്ച് കളയും. അപ്പോൾ അവർ സ്ഥിരം കാണുന്നതാണ് ഈ കരടീനെയും. ഇതൊക്കെ കൂടുതലും ഇവിടെ കരടിയാണ്. ആനയും വരാറുണ്ടെന്ന് പറയുന്നത്. അവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം കാണിച്ചു തരാം. അവരുടെ സെറ്റിൽമെൻറ്റ് ഏരിയ. ഫുഡൊക്കെ 1 മാസത്തേക്കുള്ള ഫുഡ് ഇവിടെ എത്തിക്കും, അവരെ തന്നെ എത്തിക്കും. അവരുടെ സെറ്റിൽമെൻറ്റ് ഏരിയ അടുത്താണ്. അവിടെ നിന്ന് അവർ ഇതുവരെ ജീപ്പ് വരും. ജീപ്പ് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കുകയാണ് ചെയ്യണത്, ഫുഡും കാര്യങ്ങളൊക്കെ. അവരുടെ ആ ഷെഡിൽ തന്നെ, ക്യാമ്പ് ഷെഡിൽ തന്നെ അവർ പാചകം ചെയ്യും അവർക്കുള്ള ഫുഡ്. പിന്നെ രാത്രി ഇവിടെ തന്നെ സ്റ്റേ ആയിരിക്കും. എന്ന് വെച്ചാൽ വേറെ ഒന്നിനല്ല, ഇവർക്ക് ഈ ഒരു ക്യാമ്പിൽ നിന്നാണ് ഇനി അടുത്ത് നാളെ രാവിലെ അല്ലെങ്കിൽ നമ്മൾ അടുത്ത് കയറുന്ന ആൾക്കാർക്ക് ഈ വഴി ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, മൃഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് 2 പേര് അടുത്ത ക്യാമ്പിലോട്ട് പോകും, അവിടെ നിന്നുള്ള 2 പേര് അങ്ങോട്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ രാവിലെ അല്ല രാത്രി ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും കേട്ടോ. ഇനിയുള്ള ക്യാമ്പിലെല്ലാം ഓരോ ക്യാമ്പിലും 4 പേര് കാണുമെന്ന് പറഞ്ഞാൽ 4 ഗൈഡ് കാണും. അത് ഇവരുടെ ഈ ട്രൈബലിൻ്റെ കൂട്ടത്തുള്ള അവർ തന്നെ 4 ഗൈഡ് വെച്ച് കാണും. ഇനി കുറച്ച് പാടുള്ള ഏരിയയാണ് ഇനി അങ്ങോട്ട്. അതുകൊണ്ട് നമ്മുടെ ഹെൽത്തിനും എല്ലാത്തിനും കൂടെയാണ്. ഇപ്പോൾ അതാ ഇറങ്ങി വരുന്നു. ഇന്ന് കയറിയ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. കുറേ പേര് പോയി,
ഇന്നലെ കയറിയ ആൾക്കാർ, ഇന്ന് കയറുന്ന ആൾക്കാർ ഒക്കെ വരുന്നുണ്ട്. മലയാളിയാണോ ഇംഗ്ലീഷാണോ ഹിന്ദിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും മലയാളി ലുക്ക് ഉണ്ടരായി. ആണോ ചോദിച്ചോ. മലയാളിയാണോ ഏട്ടാ? ഇന്ന് കയറിയതാ? എങ്ങനെയുണ്ട്? എവിടെ നിന്ന് പറഞ്ഞേ? പാലക്കാട്. ഒറ്റയ്ക്കേ ഉള്ളൂ? 2 പേരാ? ആ എങ്ങനെയുണ്ട് ഏട്ടാ മുകളിൽ കോട ഉണ്ടോ? ആ അല്ല കോടയില്ലായിരുന്നു ടോപ്പിൽ? ഇല്ലായിരുന്നു. 7:30 ഇവിടുന്ന് വിട്ടോ? ഓക്കെ. അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഇറങ്ങാണ്. ആ ഓക്കെ. ഇയാൾ പാലക്കാടാണോ? ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾ എങ്ങനെ തിരിച്ചു പോന്നേ? വണ്ടി ഉണ്ടോ? ഓക്കെ ഓക്കെ. നമ്മളിവിടെ നെടുമങ്ങാട് അടുത്ത് തന്നെ. അപ്പോൾ രാവിലെ ഇവിടുത്തെ കാലാവസ്ഥ പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ചില ദിവസം മഴയായിരിക്കും, ചിലപ്പോൾ മഞ്ഞ് കാണും. ഈ സീസണിൽ തന്നെ 2 ഗ്രൂപ്പിന് മുകളിൽ കയറാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഡേഞ്ചർ സിറ്റുവേഷൻ ആണെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർ പറയും, അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് വിടില്ല. അപ്പോൾ 2 ഗ്രൂപ്പിന് മുകളിൽ കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ നല്ല കോട കാണും. ഇന്നലെ മെനങ്ങാനൊക്കെ പോയ വേറെ ഇന്നലെ മെനങ്ങാന്നല്ല, അതിന് മുന്നേ പോയ ഒരാഴ്ചയൊക്കെ ഗ്യാപ്പിട്ട് പോയ കൂട്ടുകാരന്മാരെടുത്ത് ചോദിച്ചപ്പോൾ നല്ല കോട ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നാളെ എന്താകും അവസ്ഥയെന്നൊന്നും നമുക്കറിയാൻ വയ്യ. പക്ഷേ ഇവിടുത്തെ കാഴ്ച ഇതാണ് കണ്ടോ, പുല്ല് വളർന്ന് നിൽക്കുന്നതും മരങ്ങളിതാ ഇലകളൊന്നും ഇല്ലാതെ, ഇല ഉള്ളതും ഉണ്ട് ഇങ്ങനെ നിൽക്കുന്നതും. വെയിലിതാ കറക്റ്റാ അടിക്കുന്ന ഒരു സമയത്ത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഈ കാണുന്ന വഴി ഇങ്ങനെ പോകണം കേട്ടോ. ഇനിയുണ്ട്, കുറച്ച് ദൂരം ഉണ്ട് നമ്മളെ പുൽമേട്. പോട്ടെ. പുൽമേടിൻ്റെ കുറച്ച് ടാസ്കുള്ള സ്ഥലം ഇത്. നിരപ്പല്ല, കുറച്ച് അത്യാവശ്യം കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. കുറച്ച് ദൂരം ഉള്ളത്. പോലെ വളഞ്ഞ് കയറുന്നുണ്ട്, ഉറുമ്പ് പോലെ പോകും. പുൽമേട് കലക്കയല്ല. ചിലപ്പോൾ ആശുപത്രിയാണോ എന്താണോ അത് അപ്പോൾ അങ്ങനെ നമ്മുടെ പുൽമേട് കുറേ നേരം ഉണ്ടായിരുന്നു. പക്ഷേ അത് പണ്ടത്തെ പോലെ അത്ര കാഠിന്യമായിട്ടുള്ള വെയിലില്ലായിരുന്നു. അപ്പോൾ ഈ നമ്മളിനി അടുത്തൊരു സെക്ഷൻ ഒരു കാലാവസ്ഥയിലോട്ട് കയറിയിട്ടുണ്ട്. അത്യാവശ്യം തണുപ്പുള്ള തിങ്ങി നെരുങ്ങിയ കാട് ഉള്ള ഒരു സ്ഥലത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുൽമേട് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഞാൻ പ്രതീക്ഷ ഭയങ്കര കട്ടയ്ക്ക് വെയിലായിരിക്കുന്നതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയായിരുന്നു. കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോന്നു. ഇനി ഇതാണ് കേട്ടോ, ഈ ഒരു കാലാവസ്ഥയിൽ കുറച്ച് ദൂരം ഉണ്ട് നടക്കാനുണ്ട്. അതാണ് നമ്മൾ അതുവഴിയാണ് വന്നത്. കണ്ടോ ആ വഴി കണ്ട പുൽമേട് ദൂക്ക് അങ്ങ് വരെ കിടപ്പുണ്ട്. കണ്ടോ ഇതാണ് നമ്മൾ നടന്നു വന്ന പുൽമേട് വഴി. അവിടെ നിന്ന് കണ്ട സ്ഥലം ഇതാണ്. ഇവിടെ വന്നാണ് എല്ലാവരും സ്ട്രക്കായിട്ട് നിൽക്കുന്നതായിട്ട്. എന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യം അടുപ്പം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കയറ്റം എന്താ ഇവിടെ തന്നെയാണ്. ഇതുവരെ ഒലട്ടി ആൾക്കാർ അവിടെ നിന്ന് ഇപ്പോഴും വരണമുണ്ട്, കയറി വരുന്നുണ്ട്. അതുകൊണ്ട് അത്രയും ദൂരമാണ് ആ പുൽമേട് എന്ന് പറഞ്ഞ സ്ഥലം നടന്ന് കയറി വന്നത്. അപ്പോൾ ഇനിതാ ഈ ഒരു കുറച്ച് കയറ്റമുള്ളത്, ഇത്ര കയറ്റമുണ്ട്. അതൊന്ന് കുറച്ച് ഹാർഡാണ്, അത് മാത്രം. അപ്പോൾ ആ ഒരു സ്ട്രെച്ച് കഴിഞ്ഞ് നമ്മൾ കയറിയിട്ടുണ്ട്. ഇനിയുണ്ട്, കുറച്ചുകൂടെ കയറ്റമുണ്ട്.
6ാമത്തെ ക്യാമ്പ് ഇതാ ഇവിടെയാണ് കേട്ടോ. ഈ വഴി ഇറങ്ങി ആ സൈഡിലാണ്. വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഷെഡായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. തിരികണമായിരുന്നു. പുൽമേട്ടിന് ആ കയറ്റം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുത്തൊരു വനം, തിങ്ങി നിറഞ്ഞൊരു വനത്തിലേക്ക് കയറണം. ഇപ്പോൾ സമയം 4:10 ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഇനിയും ഉണ്ട്. ഒരു മുട്ടിടിച്ചാൻ തരുന്ന എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം അടുത്തെത്താറാവും. നിശബ്ദത പാലിക്കുക. എന്താ പുലി 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 പിടിച്ചത്, പുലി മാലിന്യം കൊണ്ടുവച്ച് തിന്നിട്ട് ബ്ലഡ് ഇട്ടേക്ക് തന്നെ എന്താ ഇത് അതിൻ്റെ കറയാണ്. കറ അതൊക്കെ കണ്ട കൊമ്പുകൾ വെട്ടിയതാ. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ, തൃപ്തിയായി. മുട്ടക്കൊന്നു അല്ല മുട്ടിടാൻ പറയും, മുട്ടിടിച്ചാൻ തേരി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം നമ്മുടെ അതിരുമല ക്യാമ്പിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ സൈൻ ബോർഡ് കാണാം, ബോണക്കാട് നമ്മൾ വന്ന വഴി ഇതുവഴി. പിന്നെ അതുവഴി ഒരു വഴിയുണ്ട്, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഉള്ളതാണെന്ന് അറിയില്ല. ഇവിടെ അതിരുമല ക്യാമ്പിൽ ക്യാൻറ്റീനിലത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ഇപ്പുറത്ത് വരെയൊക്കെ ഒരു 6 കിലോമീറ്റർ അപ്പുറം വരെയൊക്കെ, 6 കിലോമീറ്റർ ആണെന്ന് അറിയില്ല, വണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുവഴി അവർക്ക് പോകാനുള്ള വഴിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നേരെ അടച്ചിട്ടുണ്ട് ഇതുവഴി നേരെ. അപ്പോൾ അവർ ചുമടായിട്ടൊക്കെ അരി സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന അതുവഴിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കറക്റ്റ് എനിക്ക് അറിയില്ല. ഓക്കെ, എങ്ങനെയുണ്ട്? കടുത്താ? അടുത്തരായി? കുഴപ്പമില്ല, പിന്നെ വന്നോളെ. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ടേ. അപ്പം വഴിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ ഇതിൻ്റെ ലീഫിൻ്റെ ക്ലോസ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, മരങ്ങൾ ഒക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത കേട്ടോ, ഓരോ ക്യാമ്പുകൾ കാണിച്ചു പോയത്. അപ്പോൾ ഒരു വെറൈറ്റി മരം കാണിച്ചിട്ടുണ്ട്. അതായത് കാട്ടിനകത്ത് കാണുന്ന ചേല എന്ന് പറയുന്നൊരു മരമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിനോട് ചേർന്ന് ഇത് വള്ളികളൊക്കെ ആയിട്ട് വളരും. ഇതിനകത്തൊരു മരം ഉണ്ടായിരുന്നതാണ്, കണ്ടോ, ഇതിനകത്തൊരു മരം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇത്തലിനെ പോലെയൊക്കെ വളർന്നു വന്നതിന് ശേഷം ആ മരത്തിൽ നിന്ന് തന്നെ അതിനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ആ മരത്തിനെ അങ്ങ് ഇല്ലാതാക്കിക്കളെ. അതുകൊണ്ടാണ് ഇതിൻ്റെ നടുക്ക് ആ ഒരു ഹോളായിട്ട് തന്നെ കിടക്കുന്നത്. ആണ്ടെ ഇപ്പുറത്തുമുണ്ട് ചേലല്ലേ? അപ്പോൾ ചേല. അപ്പോൾ ചേല എന്നാണ് എൻ്റെ പേര്. അതെ, കല്ലിൻ്റെ ഡിസൈൻ വർക്കുണ്ട്. ചേലാന്ന് പേര് വരെ, ചേല എന്നുള്ള മരത്തിൻ്റെയാണ് ആ പേര് പറഞ്ഞത്. ചേല എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് ചുറ്റും പോലെ, തുണി ചുറ്റും പോലെ ആ ഒരു മീനിങ്ങിലാണ് വന്നതെന്ന് പറഞ്ഞാൽ ചുറ്റി പിടിച്ചതിന് ശേഷം അതിനെ ഇല്ലാതാക്കും എന്നുള്ളത് കൊണ്ട് ചേല എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടു, പിന്നെ ഇത്ര തൊട്ടടുത്ത് കണ്ടുകൊണ്ടാണ് ഞാൻ പിന്നെ അതെടുത്ത് കാണിച്ചത്. കല്ലുകൾ നോക്കൂ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ട ഈ സാധാ കല്ല് തന്നെ ഒരുപാട് രൂപങ്ങളിൽ പോലെ കൊത്തി വെച്ചിട്ടുള്ള പോലെ കാണാൻ പറ്റും. ഒരുപാട് കല്ലുകളുണ്ട് ഇവിടെ. പണ്ടത്തെ ആൾക്കാർ ചെയ്തതാണോ അല്ലാതെ നോർമലായിട്ടുള്ളതാണെന്ന് അറിയില്ല. ഒരുപാട് രൂപങ്ങൾ കൊത്തിയതുപോലെ നമുക്ക് കാണാൻ പറ്റും. തോന്നിയായിരുന്നെങ്കിൽ കണ്ട ആ കല്ല് നോക്കാം, നോക്കത് കണ്ട, തോന്നിയാലത് ഒന്നും തോന്നിയില്ല. ദൂക്കാണ്ട ഈ കല്ലുകളെല്ലാം ഒന്ന് സൂക്ഷിച്ച് നോക്ക്. ഇതുകൊണ്ട് അങ്ങിരിക്കുന്നു, ദൂക്ക് കണ്ട, എന്തോ ഒരു പിടുത്തമില്ല. കണ്ട അപ്പോൾ രൂപങ്ങൾ ആ മരത്തിൻ്റെ അവിടെ പോകുന്നിരിപ്പുണ്ടോ? അതെടുത്ത് വെച്ചേക്കാണ് ഇവിടെ. ഏതാണ് മുകളിൽ? ആ ശരിയാണ്, ഇവിടെ അവിടെ ഒരു പാമ്പ് വന്ന് നിൽക്കും പോലെ ഉണ്ടല്ലോ. ഇവിടെയാണ് അവർ അത് എടുത്ത് വെച്ചെങ്ങനെയാണോ നോർമലായിട്ട് ഉണ്ടായതാണോ എന്നറിയില്ല. പക്ഷെ അങ്ങോട്ടും ഉണ്ട്, ഇവിടെ നിറയെ ഉണ്ട്. അത് ഇവിടെ ആ ഒരു സെക്ഷൻ തന്നെ മുഴുവൻ അങ്ങനെയുള്ള കല്ലുകൾ കിടക്കണം, ഇഷ്ടംപോലെ കിടക്കണം. അതുപോലെ അങ്ങോട്ട് നമ്മൾ ബേസ് ക്യാമ്പ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്ററാണ് നമ്മുടെ നാളത്തെ യാത്ര എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ക്യാമ്പ്.
അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ വന്ന ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഉണ്ടോ. അപ്പോൾ നാളെ ഇനി ഇവിടെ നമ്മൾ ഇടത്തോട്ടാണ് നമുക്ക് പോകാനുള്ളത്. ഇനി നമ്മൾ നേരെ ഇപ്പോൾ ബേസ് ക്യാമ്പിലോട്ട് അതിരുമല ഉണ്ടോ. ക്യാമ്പ് 7, 8 അല്ല 7 എണ്ണേ ഉള്ളൂ കേട്ടോ. അതാണ് നമുക്ക് തെറ്റിയത്. 7 ക്യാമ്പുകളാണ് ഉള്ളത്. അപ്പോൾ ഇനി അഗസ്ത്യാർ റോഡ് ഇവിടുന്ന് 6 കിലോമീറ്റർ. അപ്പോൾ നാളെ നമ്മൾ റെഡിയായി ഇതുവഴി വന്നിട്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് ക്യാമ്പ്. ഇതുവഴി നമ്മൾ അഗസ്ത്യാർ ടോപ്പിലോട്ട് പോകും. അപ്പോൾ ഇവിടുന്ന് ചിലർക്ക് ഭസ്മമൊക്കെ എടുത്ത് നിർമാല്യ ശലം നിർമാല്യ ശംലം അങ്ങനെ. അപ്പോൾ അതീവ പ്രാധാന്യമുള്ള ജൈവ വൈവിധ്യ സംരക്ഷണ മേഖലയ്ക്ക് കോട്ടം വരാതെ ഇങ്ങോട്ട്. അപ്പോൾ അവസാനം സന്തോഷമായ ഹാപ്പി ഇനി കുളിക്കണം. ഹാപ്പി അവസാനം എങ്ങനെയായിരുന്നാലും എത്തിയിട്ടുണ്ട്. ആ ഒരു മുട്ടിടിച്ചാൻ തേരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം മാത്രമേ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. മുട്ടിടിച്ചാൻ തേരി എന്ന് പറയുന്ന സ്ഥലം മാത്രമാണ് അല്പം പാടായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയുള്ളതൊന്നും നമുക്ക് ആർക്കും ഇല്ലേ ആദ്യമായിട്ട് തോന്നിയില്ല. വളരെ നന്നായിട്ട് നടന്നു വരാൻ പറ്റുന്ന വിശാലമത. ഇപ്പോഴും തന്നെ ഇത്രയും വീതിയുള്ള വഴിയാണ്. നടന്ന് കയറാനുള്ള ഒരു കുഴപ്പമില്ല. നടക്കാനുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇതാ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇവിടെ ട്രൈബൽസിൻ്റെ ഇവരുടെ എന്തോ ആഘോഷ പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അവർ മറ്റേ പട്ടൊക്കെ ഉടുത്ത് മരങ്ങളിൽ ഉടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. കാണിച്ചു തരാം. ഇപ്പോൾ കഴിഞ്ഞോ അല്ലെങ്കിൽ ഇനിയാണോ എന്നറിയില്ല. കണ്ടോ അതിൽ കയറുന്നില്ല കണ്ടോ ഈ ഒരു സ്ഥലം. അല്ല അവർ പലയിടത്തു നിന്നുള്ള ആൾക്കാർ വരും. ഈ ഊരുകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അല്ല ഈ ചുറ്റുപാടുള്ള കുറേ ഊരുകളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഇതാ ഇവിടെയാണ് ആ ക്യാമ്പ്. കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട്. അയ്യോ നമ്മുടെ ബേസ് ക്യാമ്പിലെത്തിയിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. ഒക്കെയാണ് പരിപാടി. ഒന്ന് ബെഡ് പിടിക്കണം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കും. ഇവിടെ ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് പരിപാടി. അപ്പോൾ കുറേ ആൾക്കാർ നേരത്തെ വന്നതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നു. അകത്ത് കയറിയതിന് ശേഷം എന്താണ് പരിപാടി എന്ന് പറയാം. നമ്മളിനി അകത്ത് കുളിക്കാൻ പോകണം. പതിയെ പോകണം. ഇവിടെ പറഞ്ഞവർക്ക് ഫോൺ റേഞ്ചുള്ള ഒരു സ്ഥലം ഈ കോർണറാണ്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പറഞ്ഞതാണ്. ഇവിടെ തന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അടിക്കും. അപ്പോൾ ഇനി ഇതുകൊണ്ട് അതിൻ്റെ മണ്ടയിലാണ് നമുക്ക് നാളെ കയറാനുള്ളത്. ആ ഒരു മലയിൽ കുളിക്കാൻ പോവുകയാണ്. റൂമിലെത്തി ബെഡ് കിട്ടി, സ്ഥലമുണ്ട്. അപ്പോൾ ഇന്ന് കയറിയ ആൾക്കാരും ഇനി നാളെ കയറാൻ മുകളിലേക്ക് പോകാനുള്ള ആൾക്കാരും ഇന്ന് ഷെഡിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കുറച്ചുകൂടെ അപ്പുറം നമുക്ക് ഒരു അരുവിയുണ്ട്. അവിടെയാണ് പോയി കുളിക്കുന്നത്. അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. 4:45 ആയപ്പോൾ നമ്മൾ എത്തിക്കണം കേട്ടോ. 4:45 ആയപ്പോഴത്തേക്ക് എത്തിക്കണം. കാട്ടുപോത്തിൻ്റെ അല്ലേ അപ്പോൾ? കാട്ടുപോത്തിൻ്റെ ആയിരിക്കില്ലേ ചാണകം? ഇന്നലെ രാത്രിയായിരിക്കും. കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇത് കാണുമ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യ സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഇതുപോലെയാണ് ഇവിടെ വന്നിട്ട് ഇതുപോലെ വീഡിയോ എടുത്തതാണ്. നമ്മൾ എത്രയോ മാസങ്ങൾ നമ്മളെ ഈ മലയുണ്ടല്ലോ ഇത്ര അടുത്ത് നിൽക്കുമ്പോഴോ ഇതെനിക്ക് ഒന്ന് അങ്ങ് പോയാൽ പോലും ഇത്രയും ഭംഗി കിട്ടൂലായിരിക്കും. എന്നുവെച്ചാൽ അങ്ങനല്ല, അവിടെ പോകുമ്പോൾ അത് വേറെ ഇങ്ങനെ കാണുമ്പോഴേ ആ ഒരു ഇതിലെ ഷേപ്പ് കാണുമ്പോൾ ആ മുകളിൽ കണ്ട ഭയങ്കര കോടയില് ഈ സമയത്ത് ടോപ്പിൽ പോകണം. നമ്മൾ നാളെ ഇങ്ങനെയാണ് പോകണം. ഇങ്ങനെ ഈ സൈഡിൽ കൂടെ കയറി ഇതുവഴി ഇങ്ങനെ അങ്ങ് കണ്ടേ കയറും. ഇതുവഴി അവിടെയാണ് ആ 2-3 സ്റ്റെപ്പ് റോപ്പുള്ളത്. അതുകൊണ്ട് അവിടെ ആ ഒരു ഇതിൽ ദൂരം 6 കിലോമീറ്റർ. അപ്പോൾ രണ്ടാമത്തെ തവണയും ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇത് നമ്മുടെ അഗസ്ത്യാർ കൂടത്തിൻ്റെ അടിവാരത്തിൽ അല്ലെങ്കിൽ ബേസ് ക്യാമ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, കൂടെ ഒട്ടും പ്രതീക്ഷിച്ചല്ല രാഖിയുണ്ട്, പപ്പയുണ്ട്. രണ്ടുപേരും വരുമെന്ന് പോലും പ്രതീക്ഷിച്ചല്ല. തുടങ്ങിയപ്പോഴത്തേക്ക് ഇത്ര കംപ്ലീറ്റ് ചെയ്യുന്ന പ്രതീക്ഷിച്ചല്ല. എന്തായാലും വളരെ സന്തോഷത്തോടെ ഇത്ര എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് കുളിക്കട്ടെ. കുളിച്ചിട്ട് എല്ലാവരും അവിടെ ആയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ പോയി കുളിക്കട്ടെ. കുളിച്ചിട്ട് ബാക്കിയുള്ള വിശേഷം പറയാം കേട്ടോ.
അപ്പോൾ നമ്മൾ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയൊരു തോട് പോലെ സംഭവമുണ്ട്. ചെറുതായിട്ട് തലമുങ്ങാനൊന്നും ഉള്ള വെള്ളമില്ല, ചെറുതായിട്ടൊന്ന് കുളിച്ച് റെഡിയായി സെറ്റായി നമ്മൾ കൊണ്ടുവന്ന് കട്ടൻ കുടിക്കുന്നു. അപ്പോൾ ഒരു വെറൈറ്റി കൊള്ളാം, വല്ല കാര്യമുണ്ടോ ഉള്ളതൊക്കെ എടുത്ത് നടപ്പിക്കും. നമുക്ക് നാളെ ഇതിൻ്റെ മുകളിലേക്കാണ് കയറാനുള്ളത് കേട്ടോ. ഇപ്പം നല്ല ഇപ്പോൾ പല സ്ഥലങ്ങളിലെ ആൾക്കാരുണ്ട്, കുളിച്ചിട്ട് പോകുന്നവരുണ്ട്, ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ആൾക്കാർ അവിടെ കുളിക്കുന്നുണ്ട്. അങ്ങനെ சென்னையிலேருந்து வரேன். இதுதான் நான் ஃபஸ்ட் டைம். எனக்கு செமையாக இருந்துச்சு. அப்படியே ட்ரெயின் இதெல்லாம் மாறி மாறி வந்ததுக்கு இங்கே வந்து வியூ பார்த்தா பயங்கரமாக இருக்குது, வேறு லெவலில் இருக்குது. ചെന്നൈനാ വരുന്നത്? പേരെന്താ? சந்தோஷ். ഫസ്റ്റ് ടൈം ആണോ? ஃபஸ்ட் டைம். இங்கே உட்காந்து தூங்க சொன்னால் கூட தூங்கிட்டே இருக்கலாம். தூங்கிட்டே இருக்கலாம். ஒரு நல்ல சாப்பாடு வச்சுட்டு அப்படியே படுத்து தூங்கிட்டே இருக்கும். സൂപ്പറാக இருக்கும். ഓക്കെ, സമയം 6:30 ആവാൻ പോകുന്നു. നമ്മൾ തിരിച്ച് നമ്മുടെ ബേസ് ക്യാമ്പ് അതിരുമല ക്യാമ്പിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി അവിടെ നമ്മുടെ ഇപ്രാവശ്യം ഉള്ളതും പിന്നെ ഇന്ന് ഇറങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമ്പിലൊന്നും ഞാൻ വലുതായിട്ട് വീഡിയോ എടുക്കില്ല, ജസ്റ്റ് കാണിക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഫുഡും പരിപാടികളും ഉറക്കവും. രാവിലെ 7 മണിക്ക് റെഡി ആവണം. 8 മണിക്ക് 7 മണി മുതൽ അങ്ങോട്ട് എപ്പോഴും വേണം സ്റ്റാർട്ട് ചെയ്യാം. ഇവർ നോക്കിയതിന് ശേഷം ഇവർ പറയും, ചിലപ്പോൾ താമസിക്കും. അപ്പോൾ എന്തായിരുന്നാലും അപ്പോൾ ഇനി വേറെ പരിപാടികളൊന്നുമില്ല. നമ്മൾ ഫ്രഷായി ഇനിയിപ്പോൾ റൂമിൽ പോകുന്നു, വീട്ടിലൊക്കെ ഒന്ന് വിളിക്കണം, ഫുഡ് കഴിക്കണം, ഉറക്കാം. ഓക്കെ അല്ലേ?